കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന് മുമ്പിലെ കാണിക്ക വഞ്ചി തകർത്ത നിലയിലാണ്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. സമീപത്തെ കൊച്ചമ്പലം ദേവീക്ഷേത്രത്തിലെ ഭണ്ഡാരം മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയി. വ്യാഴാഴ്ച പുലർച്ചെ 12-നും 1:30-നും ഇടയിലാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ക്ഷേത്രത്തിന് മുന്നിലെ കാണിക്കവഞ്ചി കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. കൂടാതെ ഉപദേവ പ്രതിഷ്ഠയ്ക്ക് മുൻപിലെ നടയിലെ കാണിക്കവഞ്ചിയും തകർത്തിട്ടുണ്ട്. ഇതിനു പുറമെ സമീപത്തെ കൊച്ചമ്പലം ദേവീക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി എടുത്തുകൊണ്ടുപോയിട്ടുമുണ്ട്. കഴിഞ്ഞ ആഴ്ച ക്ഷേത്രങ്ങളിലെ കാണിക്കപ്പണം എടുത്തതിനാൽ വലിയ തുക നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കരുതുന്നതായി ക്ഷേത്രം അധികൃതർ പറഞ്ഞു. 1:30 ഇന്ന് വെളുപ്പിന് 1:30 ഒരാൾ വരികയും ഒറ്റയ്ക്കായിരുന്നു. ഒരാൾ വരികയും കാണിക്കവഞ്ചി തുറന്ന് പുറയുന്നൊരു ചെറിയൊരു കമ്പിപ്പാര പോലെ ഉപയോഗിച്ചിട്ട് കാണിക്കവഞ്ചി കുത്തിപ്പൊട്ടിച്ച് അതിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട്. പുറകിലൊരു റോഡ് സൈഡിൽ തന്നെ ഒരു വഞ്ചിയുണ്ട്. അങ്ങനെ 3 വഞ്ചിയിൽ നിന്നാണ് മോഷണശ്രമം നടന്നേക്കുന്നത്. ഇവിടുന്ന് ആനക്കോട്ടിലെ വഞ്ചിയിൽ നിന്നാണ് CCTV വ്യക്തമായിട്ട് മുഖം കാണാം. പൈസ എടുത്തുകൊണ്ട് പോകുന്നത് കാണാം. 1:30 സമയത്താണ് വന്നേക്കുന്നതെന്നാണ് CCTV നമുക്ക് ടൈമിംഗ് കാണിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി പരിചയമില്ലാത്തവർ അമ്പലത്തിന് സമീപത്ത് എത്തിയിരുന്നതായും ഇവർ വ്യക്തമാക്കി. രാവിലെ ഒരു 5:30-6 മണിയോടുകൂടിയാണ് ശ്രദ്ധിക്കുന്നത്. കാരണം ഇത് തിരിച്ച് അതുപോലെ തന്നെ അടച്ചൊക്കെ വെച്ചിരുന്ന കാരണം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇങ്ങനെ 2 മണിക്ക് ഇവിടെ നമുക്ക് മേശാന്തി ആൾക്കാരും ജീവനക്കാരും എല്ലാം അമ്പലത്തിനകത്തുള്ളതാണ്. അത്രയും സമയത്തിനുള്ളിൽ അത് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. കാരണം വാച്ചിങ് ചെയ്തിട്ടാണ് പുള്ളി മോഷിച്ചിരിക്കുന്നത്. അപ്പം ആരും ഇല്ലാത്തൊരു സമയം നോക്കി കൃത്യമായിട്ട് പുള്ളി പൈസ എടുത്തിട്ടുണ്ട് അകത്തു നിന്ന്. അപ്പോൾ രാവിലെ ഇതാരും ശ്രദ്ധിക്കുന്നുമില്ല. രാവിലെ വന്നിട്ടാണ് പിന്നെ ഈ കാര്യം ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നത് ശ്രദ്ധിക്കുന്നത് രാവിലെ ഒരു 6 മണിയോടുകൂടിയൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. മോഷ്ടാവ് ഇതര സംസ്ഥാനക്കാരനാകാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള സൂചനകൾ അടിസ്ഥാനമാക്കി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.